പിന്നെ പറഞ്ഞാൽ നമുക്ക് ഈ സാഹചര്യം എന്ന് പറയുന്നത് എല്ലാത്തിനും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്തും നമ്മുടെ റേറ്റും സർക്കാരും കൂടി മുൻകൈ എടുത്തുകൊണ്ട് നമുക്കിപ്പോൾ നിലവിൽ തന്നിരിക്കുന്ന റേറ്റ് മാറ്റി പുതിയൊരു റേറ്റ് നിശ്ചയിക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു. കൊച്ചി പോലൊരു നഗരത്തിൽ മാത്രമല്ല കേരളം ഒട്ടാകെ ഇപ്പോൾ ഓൺലൈൻ ടാക്സിക്കാരുടെ ഓഫ്ലൈൻ സമരം ആരംഭിച്ചു കഴിഞ്ഞു. സമരം ഏകദേശം വിജയകരമായി തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൺലൈൻ മേഖലയിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ ഊബർ, ഓല പോലത്തെ ആപ്പുകളിലൊന്നും തന്നെ ഓൺലൈൻ ടാക്സികൾ ലഭ്യമല്ല എന്നുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവരുടെ സമരം എന്നുള്ളത്. എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ബേസ് ഫെയർ നിലവിൽ വരുത്തുക എന്നുള്ളതാണ്. അത് നമ്മൾക്കിപ്പം ആകെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 139 രൂപയാണ്, അല്ലെങ്കിൽ 130 രൂപയാണ്. ഈ 130 രൂപ എന്ന് പറയുന്നത് 2 കിലോമീറ്റർ അധികം പിക്കപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഈ 4 കിലോമീറ്റർ 5 കിലോമീറ്ററിന് 130 രൂപ കിട്ടുന്നത്. അപ്പോൾ ആ 130 രൂപ എന്ന് പറയുന്നത് മാറ്റി നമുക്ക് 10 വർഷം മുമ്പ് തന്ന ആ റേറ്റ്, അഥവാ നമുക്ക് 10 വർഷം മുമ്പ് ഊബർ കേരളത്തിൽ വരുന്ന സമയത്ത് നമുക്ക് തന്നിരുന്നത് 200 രൂപയാണ്. ആ 200 രൂപയെങ്കിലും നമുക്ക് മിനിമം ഇപ്പോൾ കിട്ടണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് കിലോമീറ്റർ ചാർജാണ്. കിലോമീറ്റർ ചാർജ് എന്ന് പറയുന്നത് നമുക്ക് 25 രൂപ വരെ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അതും നമ്മളധികം ഒന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് മുമ്പ് ഈ ഒരു 6 മാസത്തിന് മുമ്പ് ഞങ്ങൾക്ക് എത്രയാണോ ഫെയർ ഉണ്ടായിരുന്നത് ആ ഫെയർ ഞങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം. പിന്നെ പറഞ്ഞാൽ നമുക്ക് ഈ സാഹചര്യം എന്ന് പറയുന്നത് എല്ലാത്തിനും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്തും നമ്മുടെ റേറ്റും സർക്കാരും കൂടി മുൻകൈ എടുത്തുകൊണ്ട് നമുക്കിപ്പോൾ നിലവിൽ തന്നിരിക്കുന്ന റേറ്റ് മാറ്റി പുതിയൊരു റേറ്റ് നിശ്ചയിക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്. കൊച്ചിയിൽ എങ്ങനെയാണ് സമരം വിജയിക്കുന്നുണ്ടോ? സമരം വിജയിക്കുന്നുണ്ട്. നമുക്കിപ്പം നമ്മൾ ഓഫ്ലൈനിലെ സമരമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് മൊത്തത്തിൽ നിശ്ചലമായിട്ടാണ് നിൽക്കുന്നത്. ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുമെന്ന് തന്നെയാണോ? കമ്പനി അധികൃതരെ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാനോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നോ? നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് തന്നെയാണ്. നമ്മൾ ആ പ്രതീക്ഷയ്ക്ക് വെച്ച് തന്നെയാണ് നമ്മൾ ഈ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ട് ഇത് 100% വിജയിക്കാനുള്ള സമരമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെയും ഒരു പ്രതിഷേധങ്ങളൊക്കെ നിങ്ങൾ നടത്തിയിരുന്നല്ലോ. ഇതിനു മുൻപ് ഈ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു പ്രതിഷേധ സമരം എന്നൊക്കെ നിങ്ങൾ ആഹ്വാനം ചെയ്തിരുന്നു. അത്തരത്തിലൊരു സമരങ്ങളൊക്കെ നടത്തിയിരുന്നു. അത് ഇതിനു മുമ്പും പല സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ഇത്ര സ്ട്രെങ്ത് ഇല്ലായിരുന്നു. കാരണം ഇതിപ്പോൾ ഓൾ കേരള ലെവലിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇത് ഓൾ കേരള ആയിട്ട് ഇപ്പോൾ എല്ലാവരും നമുക്ക് പല സംഘടനകളും നമ്മൾ ഇതിനകത്ത് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഏകദേശം നമ്മൾ വിജയത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നമ്മളെ ആവശ്യങ്ങൾ, മാന്യമായ ആവശ്യങ്ങൾ അവർ നിറവേറ്റി തരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇത് ഓഫ്ലൈനിൽ പോകുന്നുണ്ട്. ഇപ്പം ഇവിടുത്തെ സർജുകളൊക്കെ കൂടുന്നുണ്ട്. സർജ് എന്ന് പറയുന്നത് നമ്മളെ ഈ വണ്ടി കിട്ടാതെ വരുമ്പോൾ ഉള്ള ഇതാണ്, പ്രോസസ്സിങ്ങിനാണ് സർജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ കൂടുതലായിട്ടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇപ്പം വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. കുറച്ച് പേര് ഓൺലൈൻ കാണിക്കുന്നുണ്ടെങ്കിലും അവരാരും അറ്റൻഡ് ചെയ്യുന്ന പ്രകൃതിയില്ല. അപ്പോൾ ആ ഒരു പ്രവണത നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അത് സമരത്തിൻ്റെ വിജയമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം ഡീസൽ, പെട്രോൾ, അതേപോലെ പച്ചക്കറി, പഴം ഇതിനെല്ലാം തന്നെ വില കൂടുന്നൊരു സാഹചര്യമാണുള്ളത്. ആ സാഹചര്യത്തിലും 10 വർഷം മുൻപേ കിട്ടുന്ന അതേ റേറ്റിൽ തന്നെയാണ് ഇപ്പോഴും ഓൺലൈൻ ടാക്സിക്കാർ സർവീസ് നടത്തുന്നത് എന്നുള്ളത് വളരെയധികം ദുഃഖകരമായ ഒരു കാര്യമാണ്. അതിനെതിരെയാണ് ഇപ്പോൾ ഇവരുടെ പോരാട്ടം, അതിനെതിരെയാണ് ഇവരുടെ പ്രതിഷേധം. കൊച്ചിയിൽ നിന്നും രാജേഷ് വടകരയ്ക്കൊപ്പം ഷീന മാർട്ടിൻ, മീഡിയ 1 കൊച്ചി.